മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരന്മാർ എഴുതിയ അനുഭവത്തിൻ്റെ തീഷ്ണതയും ചരിത്രത്തിൻ്റെ നേരും നിറഞ്ഞു നിൽക്കുന്ന സന്മാർഗ കഥകൾ അടങ്ങിയ മനസ്സു വായിക്കാതിരുന്നത് എന്ന കഥാസമാഹാരത്തിൽ നിന്നും രാജൻ കരുവാരക്കുണ്ടിൻ്റെ ഒരോർമ്മത്തെറ്റുപോലെ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയം ഇക്ബാൽ. കഥ ഒരോർമ്മത്തെറ്റുപോലെ. രചന രാജൻ കരുവാരക്കുണ്ട്. അലിയുടെ ചായപ്പീടികയിലെത്തുന്ന നാട്ടുവർത്തമാനങ്ങളിൽ നിന്ന് നാടിൻ്റെ ഓരോ തുടിപ്പും വേർതിരിയുന്നു. ഏതു തിരക്കിൽ എൻ്റെ രാപ്പകലുകൾ പരിണമിക്കുമ്പോഴും ഓരോ സായാഹ്നത്തിലും അതിന് സമയം കണ്ടെത്തേണ്ടത് വർത്തമാനകാലത്തിൻ്റെ ആവശ്യമാണെന്ന് അനുഭവം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. പുതിയ നാട്ടുവർത്തമാനങ്ങൾക്കിടയിൽ പൊന്തിവന്ന ചില വിവരങ്ങൾ ബാബുവിനെക്കുറിച്ചായിരുന്നു. വിസ്മൃതിയിലായ ഒരധ്യായത്തിൻ്റെ താളുകൾ തെളിഞ്ഞ് ഓർമ്മയുടെ തിരമാലകളായി ബാബു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എൻ്റെ കിനാവുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. മഞ്ഞുകാലത്തിൻ്റെ നിറഞ്ഞ തണുപ്പിലും മനസ്സാവിയായി ഉഷ്ണക്കാറ്റിൽ ബാബുവിൻ്റെ ബാല്യകൗമാരങ്ങൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഒരു പരാജിതൻ്റെ കുറ്റബോധത്തോടെ മഞ്ഞുകാല സ്മൃതികൾ എന്നെ ഒരു യാത്രയ്ക്കുള്ള തീരുമാനത്തിലെത്തിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ ജാലകങ്ങൾ കടന്ന് പൂക്കളുടെ സുഗന്ധവുമായി മഞ്ഞുകാറ്റ് മുറിയിലെത്തി. എൻ്റെ എഴുത്തുമേശയിൽ നിറഞ്ഞു കത്തുന്ന മെഴുകുതിരിവെട്ടം ആടിയുലഞ്ഞു. വീട് പൂർണ്ണ മൗനത്തിലാണ്. മഞ്ഞുതുള്ളികളെപ്പോലെ പരിശുദ്ധമായ മനസ്സ് എത്ര പെട്ടെന്നാണ് പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുന്നത്. നന്മ തിന്മകളെ വ്യവച്ഛേദിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ ജീവിതം താളം തെറ്റുന്നു. ബാബുവിനും സംഭവിച്ചത് അതാവുമോ? എനിക്ക് സുഗന്ധം നൽകി കൊഴിഞ്ഞു വീഴുന്ന മുല്ലപ്പൂക്കളും എനിക്ക് വെളിച്ചം നൽകി ഉരുകിത്തീരുന്ന മെഴുകുതിരിയും എൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തി ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബാബുവും നൂൽപ്പാലം കടന്ന് വെളിച്ചത്തിലേക്ക് കണ്ണുമിഴിച്ചു. ആൾപ്പാർപ്പില്ലാത്ത വീടിൻ്റെ പിൻവശത്തെ മരച്ചുവട്ടിൽ ബാബു വീണു കിടക്കുന്നത് കണ്ട് കുട്ടികൾ നിറഞ്ഞ കണ്ണുകളുമായി എനിക്ക് ചുറ്റും കൂടി. വല്ലപ്പോഴും സംഭവിക്കുന്ന മോഹാലസ്യത്തിൽ കവിഞ്ഞ് ആരും അതിന് പ്രാധാന്യം കൊടുത്തില്ല. ഉറക്കക്ഷീണം ബാധിച്ച് കുഴിയിലാണ്ട കണ്ണുകൾ പാതി തുറന്ന് അവൻ സ്കൂൾ കോമ്പൗണ്ടിലും പരിസരത്തും അസമയങ്ങളിൽ അലഞ്ഞു തിരിയുന്നതായി കുട്ടികൾ പറഞ്ഞു. സൗഹൃദത്തിൻ്റെ പുതിയ തലങ്ങൾ തേടി ഞാൻ അവൻ്റെ ഓരോ ചലനവും വീക്ഷിച്ചുകൊണ്ടിരുന്നു. ആർട്സ് ഫെസ്റ്റിവലിൻ്റെ തലേനാൾ അവൻ്റെ പുസ്തകസഞ്ചി വെറുതെ തുറന്നു നോക്കിയപ്പോൾ പാൻപരാഗിൻ്റെ പാക്കറ്റുകളും ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞുവെച്ച കുറ്റിബീഡികളും കണ്ടു. നിരവധി ചോദ്യങ്ങൾക്കൊടുവിൽ ഒരു തമാശയ്ക്ക് കുറ്റിബീഡി പെറുക്കിക്കൂട്ടാറുണ്ടെന്നും പാൻപരാഗ സുഹൃത്തുക്കൾ ഒന്നിച്ചിരുന്ന് പങ്കുവെക്കാനാണെന്നും അവൻ പറഞ്ഞു. അകത്തും പുറത്തുമുള്ള അന്വേഷണത്തിൽ നിന്ന് അവൻ ലഹരി വിൽപ്പനക്കാരുടെ കണ്ണിയായി മാറിയെന്ന് തിരിച്ചറിഞ്ഞു. അമിതമായി അവൻ്റെ പോക്കറ്റിൽ വന്നു ചേരുന്ന പണത്തിൻ്റെ വഴികൾ തേടിയുള്ള യാത്ര ഞെട്ടിക്കുന്ന പല സംഭവങ്ങളുടെയും വാതായനങ്ങൾ തുറന്നു. ഉച്ചവെയിലിൻ്റെ തീഷ്ണമായ ചൂടിലേക്കാണ് ബാബു ഉമ്മയുമായി വന്നത്. കൂടെ 2 ചെറുപ്പക്കാരും അവർക്ക് സഹായിയായി എന്തു നേരിടാനുള്ള ഭാവത്തോടെ എന്നെ നോക്കി. യൗവനം ചോർന്നുപോയ അവരുടെ ഇരുണ്ട മുഖത്ത് കോപം കത്തിപ്പടർന്നു. നിങ്ങൾ ഓനെന്തിനാ വെറുതെ കള്ളനാക്കണ്? എൻ്റെ കുട്ടി ഇതുവരെ ഒന്നിലും തോറ്റിട്ടില്ല. നല്ലൊരു ചെറുക്കനെ കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞങ്ങാണ്ട്. ഓൻ കുറ്റിബീടി പെറുക്കിന്നുള്ളത് നേരാ, സമ്മതിച്ചില്ലേ? ഇനി ചെജ്ജൂലെന്നും പറഞ്ഞു. പിന്നെന്തിനാ മനുഷ്യനെ ഇടങ്ങേറാക്കണ്? പണി മെനക്കെടുത്തി ഈ കുന്നിൻ്റെ മോൾക്ക്. അവർ ഒറ്റ ശ്വാസത്തിൽ പറയാനുള്ളത് പറഞ്ഞ് കിതച്ചു. ഇവൻ്റെ ബാപ്പയില്ലേ? മൂപ്പര് വയനാട്ടിലാണ്. അതൊന്നും കാര്യത്തിങ്ങിലേക്ക് ഇല്ലാന്ന് കൂട്ടിക്കോളി. ഏറെ നേരത്തെ സംസാരശേഷം ബാബുവിൻ്റെ ഉമ്മ അവനെ എനിക്ക് ഏൽപ്പിച്ചു തരികയായിരുന്നു. മുന്നോട്ടുള്ള പാതയിൽ പതിയിരിക്കുന്ന ചതിക്കുഴികളിൽ പെടാതെ അവൻ്റെ ലോലമായ മനസ്സിനെ നന്മയുടെ ഇടങ്ങളിലേക്ക് കൊണ്ടുപോവാൻ. സ്കൂൾ ഫൈനലിൽ ബാബുവിൻ്റെ വിജയം ഒരു സൗഹാർദ്ദത്തിൻ്റെ ഉദാത്തമായ കണ്ണുകളുടെ അടുപ്പമായിരുന്നു. ജാലകങ്ങൾക്കപ്പുറം നിലാവ് പരന്നു. മുല്ലപ്പൂവിനെ തലോടി നിലാവിൻ്റെ നേർത്ത സ്പർശമായി കാറ്റ് വന്നു. കാറ്റിനൊപ്പം മെഴുകുതിരി അവസാന വെട്ടവും നൽകി ഉരുകിത്തീർന്നു. മുറിയിൽ ഇരുട്ടു പരന്നു. ഇരുട്ടിലൂടെ ഞാൻ ബാബുവിനെ തിരയുകയായിരുന്നു. സ്കൂൾ ഫൈനലിന് ശേഷം എനിക്കവനെ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ദൂരെ ഏതോ പട്ടണത്തിൽ ഉപരിപഠനത്തിന് പോയെന്ന് ആരോ പറഞ്ഞു കേട്ടിരുന്നു. അന്നൊരു ജീവിതം തിരിച്ചു കിട്ടിയ ആഹ്ലാദം നിറഞ്ഞ മനസ്സോടെ എൻ്റെ ഡയറിയിൽ ഞാൻ അവനെക്കുറിച്ച് 2 വരി എഴുതി. എല്ലാം താൽക്കാലികമാക്കിക്കൊണ്ട് അവൻ്റെ പുതിയ ലോകം കണ്ണീർ മഴയായി പെയ്തിറങ്ങി. മഴയോടൊപ്പം നനഞ്ഞു കുതിർന്ന് മെലിഞ്ഞൊട്ടിയ സ്ത്രീരൂപം നിസ്സഹായതയുടെ കൈകൾ നീട്ടി സമൂഹത്തെ നോക്കി കരയാൻ തുടങ്ങിയിരുന്നു. പകൽ അവസാനിക്കുമ്പോൾ ആശുപത്രി മുറ്റത്ത് പന്തലിച്ച മാവിൻ കൊമ്പുകളിൽ അസ്വസ്ഥതയുടെ ചിറകടി ശബ്ദം
വിലാപങ്ങളൊടുങ്ങാത്ത വെല്ലുവിളികളിൽ നിന്ന് വലിച്ചെറിയുന്ന വറ്റിനു കാത്തിരിക്കുന്ന പരശതം പ്രാണികളുടെ മൗനം. വാർഡിൻ്റെ വരാന്തയിലെ അരണ്ട വെളിച്ചത്തിലൂടെ അവ്യക്തമായ ശബ്ദങ്ങളും പിറുപിറുക്കലും പൊട്ടിച്ചിരിയും പിന്നീട് ഡ്യൂട്ടി സ്റ്റാഫിനൊപ്പം ഏതോ ഒരു സെല്ലിൻ്റെ മുന്നിലെത്തി. ഇവനാണ്. ശുഭവസ്ത്രത്തിൻ്റെ കൈകൾ നീണ്ടു. മുറിയിലെ ഇരുമ്പഴിയിൽ തൂങ്ങിപ്പിടിച്ച് ഒരു യുവാവ് പുറത്തേക്ക് നോക്കി ഉറക്കെ ശബ്ദിച്ചു. പൊട്ടിച്ചിരിച്ചു. പൊടുന്നനെ പൊട്ടിക്കരഞ്ഞു. ഇരുമ്പഴികൾക്കിടയിലൂടെ വിരലുകൾ പുറത്തേക്ക് നീണ്ടു. കരഞ്ഞു തളർന്ന് ബാബു സെല്ലിനകത്ത് വീണു. ഡ്രഗ് അഡിക്റ്റായ ചെറുപ്പക്കാരാണ് അധികം ഈ അവസ്ഥയിലെത്തുന്നത്. ഡ്യൂട്ടി നഴ്സിൻ്റെ പതറുന്ന ശബ്ദം തേങ്ങലുകളിൽ അലിഞ്ഞു. ബാബു, ഇവരൊക്കെ പറയുന്നത് അനുസരിക്കൂ. വൈകാതെ നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. എൻ്റെ ശബ്ദം അവൻ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ രൂപം അവന് അപരിചിതമായി കഴിഞ്ഞിരുന്നു. സെല്ലിലെ പഴകിയതും തുരുമ്പിച്ചതുമായ കട്ടിലിൽ കയറി അവൻ ചുവരിൽ ആഞ്ഞു തല്ലാൻ തുടങ്ങി. സങ്കടങ്ങളുടെ നടുവിൽ നിന്ന് അരണ്ട വെളിച്ചത്തിലൂടെ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട മനസ്സുമായി ഡ്യൂട്ടി നഴ്സിനൊപ്പം ഞാനും യാന്ത്രികമായി ചലിച്ചു. ഫാർമസിയിലെ കസേര വലിച്ചിട്ട് അയാൾ എനിക്ക് ഇരിപ്പിടം തന്നു ചോദിച്ചു, ബാബുവിൻ്റെ റിലേറ്റീവാണോ? അല്ല. പിന്നെ? അവനെ കുറച്ചു കാലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവനിങ്ങനെ വന്നതിൽ ദുഃഖമില്ലേ? ഉണ്ട്. നോക്കൂ, നമ്മളാരും വിചാരിച്ചിട്ട് കാര്യമില്ല. പുത്തൻ സംസ്കാരവും മാധ്യമങ്ങളിലെ പരസ്യങ്ങളും ഇവരെ വഴിതെറ്റിക്കുന്നു. വൻകിട കമ്പനികൾ, വിദേശ മാഫിയ, ഇവരൊക്കെ ഈ ചെറുപ്പക്കാരെ കൊണ്ട് പണമുണ്ടാക്കുന്നു. ഒരാപ്തവാക്യം പോലെ ശുഭവസ്ത്രത്തിനുള്ളിൽ പിറന്ന വാക്കുകൾ മനസ്സിൽ കുറിച്ചു. ഇവൻ്റെ കുട്ടിക്കാലം എന്തും അവനൊരു തമാശയായിരുന്നു. ആർക്കും അവനെ സ്വന്തമാക്കാൻ എളുപ്പമായിരുന്നു. ഇവരെ വീഴ്ത്താൻ എളുപ്പമാണ്. അവർ പെട്ടെന്ന് പുകവലിയും മദ്യപാനവും വിട്ട് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാവുന്നു. സ്കൂൾ ഫൈനലിന് ശേഷം അവന് ഗൈഡൻസ് നൽകാൻ ആരും ഉണ്ടായിരുന്നില്ല. അതൊക്കെ വെറുതെ. ഇന്നത്തെ ലോകത്ത് അവരെ രക്ഷിക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ. പ്രക്ഷുബ്ധമായ മനസ്സുമായി യാത്ര പറയുമ്പോൾ ഇരുട്ടിലൂടെ അവൻ്റെ തേങ്ങലും നിലവിളിയും എന്നെ ആവരണം ചെയ്തിരുന്നു. രാജൻ കരുവാരക്കുണ്ടിൻ്റെ ഒരോർമ്മത്തെറ്റുപോലെ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.